ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടു. അബു അരീക്കോട് എന്ന് പറയുന്ന, ശരിക്കും പറഞ്ഞാൽ യുവത്വം നിറഞ്ഞ ഒരു മനുഷ്യൻ, അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. മരണകാരണം എന്താണെന്ന് അറിയില്ല. മരണം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ജീവിച്ചിരിക്കുമ്പോൾ കൂടെ ചേർക്കാത്ത ആളുകൾ മരിച്ചിട്ട് കൂടെ ചേർക്കാനായിട്ട് വരുന്നതിൽ ഒരു അർത്ഥവും ഇല്ലെന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. കാരണം ഒരു ആത്മഹത്യ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ മനസ്സ് മടുത്ത് ജീവൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രമാത്രം വിഷമങ്ങളും പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് എന്താണ് ഏതാണെന്നുള്ളതൊന്നും നമുക്കറിയില്ല. നമ്മളോടൊരാള് അത്രയും ഗതികേട് കൊണ്ടായിരിക്കും വന്ന് എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ നേരെ തിരിയും, ഇവര് ഇൻഫ്ലുവൻസർ അല്ലേ, ഇവർക്ക് ഇത്ര ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടല്ലോ, ഇത്ര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് ഇന്ന ബിസിനസ്സുകൾ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ എന്താണെന്ന് ആ ബിസിനസ്സും ആ ഒരു പിന്നെ യൂട്യൂബിലെ വരുമാനമൊക്കെ എത്ര തന്നെ ഉണ്ട് എന്നുള്ളത് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു വിഷമം തന്നെയാണ് എനിക്കുണ്ടായിരുന്നത്. കാരണം ആ ഒരു ജീവൻ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. ഒരുപാട് നമുക്ക് കൊടുക്കാനില്ലെങ്കിലും കൊടുക്കാനുള്ളവർ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ആളെ ഒന്ന് പിടിച്ചു നിർത്തിയിരുന്നെങ്കിൽ ആള് രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നുള്ളത് വരും വഴിയേ അറിയാൻ സാധിക്കും. ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും ശരി, അതിനൊരു തീരുമാനം കണ്ടെത്തുക തന്നെ വേണം. ഒരുപാട് ആളുകൾ നമ്മളുടെ കൂടെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഉറപ്പായും അവരെ ചേർത്ത് പിടിക്കുക തന്നെ വേണം. അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ലല്ലോ. നമ്മളുടെ അടുത്ത് ഒരു സഹായം ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, അവൻ അല്ലെങ്കിൽ അവൾ അത്രയും ഗതികേട് കൊണ്ടായിരിക്കും നമ്മളോട് വന്നിങ്ങനെ യാചിക്കുന്നുണ്ടാവുക എന്നുള്ളത്. എല്ലാം ഉണ്ടായിട്ട് വന്ന് ദൂർത്തടിക്കാൻ ആയിരിക്കില്ല അവർ ഇത്രയും അധംപതിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അത്രയും ഗതികെട്ട രീതിയിൽ ജീവിക്കുന്നത് കൊണ്ടായിരിക്കും ഓരോരുത്തരും ഓരോ കഥകിൽ വന്ന് മുട്ടുന്നത്. അപ്പോൾ അത് ചിന്തിക്കാനുള്ള ചിന്താശേഷിയും അവിടെ നഷ്ടപ്പെടുകയാണ്. എന്നിട്ട് മരിച്ചു കഴിഞ്ഞ ശേഷം പറയും, ഒരു വാക്ക് പറയായിരുന്നില്ലേ, എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നില്ലേ എന്ന് ലാസ്റ്റത്തെ സംസാരം. ഇങ്ങനെ കൂട്ടിച്ചേർക്കാൻ കഴിവില്ലാത്ത ആളുകളുടെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വാങ്ങിച്ച ഓരോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ കടബാധ്യതകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇതിപ്പം അബു അരീക്കോട് പിന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് മരിച്ചതാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. സാഹചര്യം അത് എന്തുമാവട്ടെ, നമ്മളെ കൊണ്ട് ഇപ്പൊ മരിക്കുന്നതിന് മുൻപേ ചിലപ്പോ അബു ആരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും അറിയില്ല. എല്ലാ ആളുകളുടെ അടുത്തും മരിക്കുന്നതിന് ഒരു മാസം മുന്നേയൊക്കെ ചിലപ്പോ വന്ന് എന്തെങ്കിലും സഹായങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ കേൾക്കാൻ കുറച്ചു നേരം അവന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ അവൻ ഇന്ന് ഈ ലോകത്ത് ഉണ്ടായേനെ. പക്ഷെ എന്തൊക്കെയോ എവിടെയൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ചെറുതായിട്ടൊക്കെ ന്യൂസ് കിട്ടിക്കഴിഞ്ഞു. ഇതിന്റെ ശരിക്കുമുള്ള കാരണം വ്യക്തമായിട്ട് എന്തായാലും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ഓരോ വാക്കുകളും ഓരോ സംസാരവും പല ആളുകൾക്കും പ്രചോദനം ചെയ്യുന്ന ഒരു വാക്കുകൾ തന്നെയാണ്. എല്ലാ ആളുകൾക്കും എന്താ പറയാ, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മരണപ്പെടുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. എന്തായാലും സാഹചര്യങ്ങൾ എന്തോ അവനെ വല്ലാതെ മരണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ആ സാഹചര്യം എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുന്നു. നന്ദി, നമസ്കാരം.